ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയറിൽ എങ്ങനെ ഏത് രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഏതെല്ലാം ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഹെയറിലെ ഹെയർ ഗ്രോത്ത് നല്ല രീതിക്ക് നല്ല ഹെയർ തിക്കായിട്ട് നല്ല അടിപൊളി നല്ല എന്താ പറയുക നല്ല ഉള്ളോടുകൂടി നല്ല കരുത്തോട് കൂടിയിട്ട് നല്ല തിക്കായിട്ടുള്ള ഹെയർ വരുന്നത്. ലെങ്തിൽ കൂടുതൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ആഗ്രഹം എന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഹെയർ നല്ല തിക്കായിട്ട് വരണം എന്നുള്ളതാണ്. എല്ലാവർക്കും അങ്ങനെയാണ്. ഇപ്പം എൻ്റെ ഹെയർ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല തിക്കും കാര്യങ്ങളും ഉണ്ട്. എൻ്റെ ഹെയറിൽ ലെങ്തും ഉണ്ടായിരുന്നു. ഞാൻ കട്ട് ചെയ്തതാണ് എൻ്റെ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം വീഡിയോ ആയിരുന്നാലും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരേക്കും ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വിടുന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മുടെ ഹെയർ വന്നിട്ട് ഡെയിലി വാഷ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്ന് നമ്മുടെ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സെയിം കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മൾ ഒരിക്കലും വന്നിട്ട് നമ്മുടെ ഹെയർ വന്നിട്ട് ഡെയിലി ഹെയർ വാഷ് ചെയ്യാണ്ടിരിക്കുക. പക്ഷേ അതായത് ഡെയിലി ഹെയർ വാഷ് ചെയ്യാണ്ടിരിക്കുക. നമ്മളൊരു വീക്ക്ലി ഒരു 4 ടൈംസ് ഒക്കെ ആയിട്ട് നമ്മളത് മാറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലായിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടി ചെയ്യാനുള്ളത്. അതിൽ മസ്റ്റായിട്ടുള്ളതാണ് നമ്മുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാത്ത കുറേ ആൾക്കാർ എനിക്കറിയാം. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ഹെയറിൽ വന്നിട്ട് സ്പ്ലിറ്റൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കും. നമ്മുടെ ഹെയർ വന്നിട്ട് നല്ല രീതിക്ക് ഡാമേജ് ആകും. ഈ തിക്കോടുകൂടി വളരണം എന്നാഗ്രഹിച്ചിരിക്കുന്നവർക്ക്, മുടി നല്ല ഉള്ളോടുകൂടി വളരണം എന്നാഗ്രഹിച്ചിരിക്കുന്നവർക്ക് എന്നിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിരിക്കണം. പിന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ഏതെല്ലാം ഹെയർ ഓയിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്ന രീതിക്കുള്ള ഹെയർ ഓയിൽ. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഇപ്പം നമ്മുടെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ അമ്മയുടെ അമ്മ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ, അമ്മമ്മ അച്ഛമ്മ അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ഹെയർ ഓയിൽസ് ഒക്കെ അവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു തന്നിട്ട് അത് ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്ത് ഒരു കുഴപ്പമില്ല. പുതുതായിട്ട് ഏതെങ്കിലും ഹെയർ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, എൻ്റെ ഹെയർ നല്ല ബേബി ഹെയർസ് ഒക്കെ വന്ന് നല്ല തിക്കായിട്ട് നല്ല ഡാമേജ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഓളിയൊന്നും ഇല്ലാണ്ട് നല്ല രീതിക്ക് മുടി നല്ല രീതിക്ക് ഹെയർ ഫോൾസ് ഒക്കെ വന്നിട്ട് ഹെയർ നല്ല രീതിക്ക് ഡാമേജ് ആയി പോയിട്ട് പിന്നീട് ഞാൻ ആ ഹെയർ ഗ്രോത്ത് നല്ല രീതിക്ക് ഹെയറിനെ നല്ല രീതിക്ക് ഉള്ളോടുകൂടി തിക്കായിട്ട് വളർത്തിയെടുത്ത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കാണുക. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഹെയർ ഓയിൽ പറയുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം, ചെക്ക് ചെയ്യാം. അപ്പം അത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഓയിലാണ്. അത് നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അത് നമ്മുടെ ലിങ്കിൽ താഴെ വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ലിങ്ക് ആയിട്ട് കൊടുത്തേക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഹെയറിൽ വന്നിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ആ ഓയിൽ ഇപ്പം ഞാൻ പറഞ്ഞ രീതിക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. ഏത് ഓയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്യുക, നമ്മുടെ ഹെയറിൽ ആ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് ഒരു മസാജ് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഈ മസാജ് ചെയ്യാതെ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിലേക്ക്, അതായത് നമ്മുടെ ഹെയറിൽ സ്കാൽപ്പിലേക്ക് ആ ഓയിൽ നല്ല രീതിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഹെയർ സ്കാൽപ്പിൽ നിന്നാണ് നമുക്ക് ഗ്രോത്ത് വരുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മുടെ ഹെയർ ടിപ്പിൽ നിന്നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ മുടിയിൽ സ്പ്ലിറ്റൻസും കാര്യങ്ങളും ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഈ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ സ്കാൽപ്പിൽ മാത്രം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്താൽ പോരാ. എന്ത് ചെയ്യണം, നമ്മുടെ ഹെയറിലേക്ക് ഫുള്ളായിട്ട് മൊത്തത്തിലൊരു നമ്മുടെ ഹെയറിൽ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഹെയർ ഓയിൽ ഞാൻ പറഞ്ഞില്ല, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വന്നിട്ട് ഹെയർ വാഷ് ചെയ്താൽ മതിയാകും. ഇല്ലാന്നുണ്ടെങ്കിൽ വീക്ക്ലി ഒരു 4 ടൈംസ് വാഷ് ചെയ്താൽ മതിയാകും. എപ്പോഴാണെങ്കിലും നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന ടൈമിൽ വന്നിട്ട് ഹെയർ ഓയിൽ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാകണം. നിങ്ങൾക്ക് ഏത് ഓയിലാണോ യൂസ് ചെയ്യാൻ താല്പര്യം ആ ഓയിൽ വന്നിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ഈ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഹോട്ട് ഓയിൽ മസാജ് ആയിരിക്കും ചെയ്യേണ്ടത്. അതായത് ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഭയങ്കര ഫാസ്റ്റായിട്ട് ഗ്രോത്ത് വരാനായിട്ടുള്ള നല്ലൊരു ഒരു റെമഡിയാണ് ഈ ഹോട്ട് ഓയിൽ മസാജ് എന്ന് പറയുന്നത്. ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഫാസ്റ്റായിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, ഉറപ്പാണത്. കാര്യം എൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല രീതിക്ക് ചേഞ്ച് സംഭവിച്ചൊരു കാര്യമാണത്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ മറ്റേത് വന്നിട്ട് കുറച്ച് താമസിച്ചായിരിക്കും, ഇത് നല്ല രീതിക്ക് ഒരു ഫാസ്റ്റ് ഹെയർ ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് വന്നിട്ട് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും.
അപ്പം അത് നിങ്ങളൊന്ന് നോക്കുക. മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹെയർ നല്ല രീതിക്ക് ഗ്രോത്ത് ആവണം, ഇല്ല ബേബി ഹെയർസ് ഒക്കെ വരണം എന്നുള്ള ആൾക്കാർ, നല്ല രീതിക്ക് ഉള്ളോടുകൂടി മുടി വന്നിട്ട് വളരണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാം. ഓക്കെ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാലോ. അതും നമ്മുടെ ആ ഹെയർ ഓയിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഡബിൾ ബൗൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് പോയി ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് അത് കാണാം കേട്ടോ. കാര്യം ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇതിൽ പറയാത്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല രീതിക്ക് നമുക്കിവിടെ ലൈറ്റിംഗ് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്, കറണ്ട് പോകുന്ന ഇഷ്യൂ ഉണ്ട്, മഴയുടെ ഇഷ്യൂ, അങ്ങനെ ഫുൾ ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു സൗണ്ട്, മഴയുടെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം സ്പീഡിലെടുത്ത് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ. അപ്പം പിന്നെ നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മസ്റ്റായിട്ട് നിങ്ങളൊരു 50 മിനിറ്റ്സ് നല്ല രീതിക്ക് മസാജ് കൊടുക്കുക. ഇവിടെ നിന്ന് ഫുൾ രീതിക്ക് ഇങ്ങനെ നല്ല രീതിക്ക് ഒരു മസാജ് നമുക്ക് കൊടുക്കുക. ഹെയറിന് കൊടുത്തതിന് ശേഷം വന്നിട്ട് ഒരു 50 മിനിറ്റ്സ് അങ്ങനെ നമ്മുടെ ഹെയറിൽ വന്നിട്ട് അല്ലെങ്കിൽ സ്കാൽപ്പിൽ വന്നിട്ട് ആ ഓയിൽ വന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വിടുക. അതിനുശേഷം വന്നിട്ട് നിങ്ങൾ ഹെയർ എന്ത് ചെയ്യുക, വാഷ് ചെയ്യുക. ഹെയർ വാഷ് ചെയ്യുന്ന ടൈമിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. ഷാമ്പു യൂസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താളി അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ പൊടി യൂസ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആയിട്ട് തോന്നുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, ഈ ഓയിൽ വാഷ് ചെയ്ത് കളയണം. കാര്യം ഈ ഓയിൽ നമ്മുടെ ഹെയറിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് ഈ നമ്മുടെ ഓയിൽ അധികം നമ്മുടെ തലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ, ഈ പണ്ടത്തെ കാലത്ത് ആൾക്കാർ പറയുന്ന പോലൊന്നുമല്ല ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കളയരുത്, ഓയിൽ നല്ല രീതിക്ക് ഹെയറിലുണ്ടായാൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നൊക്കെ. ഇപ്പോഴത്തെ കണ്ടീഷൻ അതുപോലല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടും ഇപ്പോഴും നമ്മൾ വ്യത്യാസം, പണ്ട് ഇത്രയും പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളൊക്കെ പിന്നെ സ്ത്രീകൾ അധികം പുറത്തു പോകാത്ത ആൾക്കാരൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമ്മളെല്ലാവരും, കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ, എല്ലാവരും തന്നെ പുറത്തേക്ക് പോയി വർക്കിനും പഠിക്കാനും ഒക്കെ പോയിട്ട് നമ്മൾ സ്ഥിരം പോകുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പം നമ്മുടെ ഹെയറിൽ വന്നിട്ട് നല്ല രീതിക്ക് പൊടിയും കാര്യങ്ങളും അടിച്ചിട്ട് ഈ ഹെയർ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ നിന്ന് നമ്മുടെ ഹെയറിൽ നിന്നിട്ട് ഈ ഓയിൽ വാഷ് ചെയ്ത് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പൊടി പെട്ടെന്ന് നമ്മുടെ ഹെയറിലോട്ട് പിടിക്കും, നമ്മുടെ സ്കാൽപ്പിലേക്ക് പിടിക്കും. എന്നിട്ട് അത് പറ്റി പിടിച്ച് അവിടെ ഉണ്ട്. പിന്നെ താരം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ ആൻറ്റി ഫംഗൽ പോലുള്ള ഇഷ്യൂസും കാര്യങ്ങളും നമ്മുടെ ഹെയറിൽ വരും. ഹെയർ അങ്ങനെ ഡാമേജ് ആവും. പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് അത് നല്ല രീതിക്ക് പ്രശ്നമാകും. അപ്പം താരൻ കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഹെയർ ഓയിൽ കാര്യങ്ങൾ ടിപ്സും കാര്യങ്ങളും യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ താരൻ തലയിൽ നിന്ന് പോകാനുള്ള സംഭവങ്ങൾ കൂടി ചെയ്യുക. നമ്മുടെ താരൻ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഹോസ്റ്റലിലും അതുപോലെ തന്നെ പുറത്തൊക്കെ നിൽക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മടിച്ചുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പാക്കും കാര്യങ്ങളൊന്നും ഇടാതെ ഒരു ഷാമ്പുയിലൂടെ ഡോക്ടറൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള, ഡോക്ടർ സജസ്റ്റ് ചെയ്ത ഒരു ഷാമ്പുയിലൂടെ എങ്ങനെ നമുക്ക് ഹെയറിലുള്ള ഡാൻഡ്രഫ് നമുക്ക് മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം എങ്ങനെ കാണാതെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കൂ. താരന് എങ്ങനെയാണ് ആ ഷാമ്പു യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത ടൈമിൽ എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഡൗട്ടാണ്. കമൻറ്റിൽ തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്നും തന്നെയല്ല, ബോയ്സിന് വന്നിട്ട് അവരുടെ താടിയിലും മറ്റും യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല അതിനെക്കുറിച്ച്. കാര്യം ഹെയറിലാണെങ്കിൽ ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും യൂസ് ചെയ്യാം, അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു 5th 10th സ്റ്റാൻഡേർഡ് തൊട്ട് 10th അല്ല 5th സ്റ്റാൻഡേർഡ് തൊട്ട്, ഒരു 4th 5th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള കുട്ടികൾക്ക് വന്നിട്ട് യൂസ് ചെയ്യാം. അതിൽ താഴത്തേക്കുള്ള കുട്ടികൾ യൂസ് ചെയ്യേണ്ട, അവർക്ക് യൂസ് ചെയ്യിക്കേണ്ട. കാര്യം ചെറിയ കുട്ടികളല്ലേ, അവർക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ ഡയറക്റ്റ് ആ കുട്ടിക്ക് സജസ്റ്റ് ചെയ്തെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലാതെ ഉള്ളൊരു 4th സ്റ്റാൻഡേർഡ് തൊട്ട് ഒരു 5th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള കുട്ടികൾക്ക് വന്നിട്ട് യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ വേഗം തന്നെ വീഡിയോ പോയിട്ട് കണ്ടിട്ട് വന്നോളൂ. പിന്നെ അപ്പോൾ ഇത്രയുള്ള ഹെയറിൽ ഓയിൽ യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. പിന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഒരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുക, ഡബിൾ ബോയിൽ ചെയ്യുക. പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. പിന്നെ നമ്മുടെ ഹെയറിൽ സ്കാൽപ്പിൽ മാത്രമല്ല നമ്മുടെ ഹെയറിലേക്കും ജസ്റ്റ് നല്ല രീതിക്ക് ഹെയറിൽ ഓയിൽ വന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 15 മിനിറ്റ്സ് ഈ മസാജ് ചെയ്തതിന് ശേഷം വന്നിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് വന്നിട്ട്
നമ്മുടെ ഹെയറിൽ അത് അങ്ങനെ വെച്ചേക്കുക, അങ്ങനെ റെസ്റ്റിൽ വിട്ടേക്കാം. വാഷ് ചെയ്യാൻ പോകുന്നത് ഉടനെ തന്നെ, പിന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വന്നിട്ട് ഹെയർ വാഷ് ചെയ്താൽ മതിയാവും. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.